പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, വളർത്തുപിതാവിൻ്റെ പിന്നാലെ എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. നമുക്ക് ആ വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ തിരുവചനങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവനുണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലും സമീപപ്രദേശത്തുമുള്ള 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണുന്നു, ഹെറോദോസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവുസാണ് പിതാവായ ഹെറോദോസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലിയ പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ വായിച്ച തിരുവചന ഭാഗത്ത് 3 പ്രാവശ്യമാണ് ജോസഫിനോട് ദൂതൻ സംസാരിക്കുന്നത്. ഒന്ന് പറയുന്നു, ഹെറോദോസ് കുഞ്ഞിനെ വധിക്കാൻ ആലോചന തുടങ്ങുന്നു, പോവുക, ഈജിപ്തിലേക്ക് പോകുന്നു. ഹെറോദോസിൻ്റെ മരണശേഷം പറയുന്നു, തിരിച്ച് വരിക. തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ അവിടെ അർക്കലാവുസാണ് ഭരിക്കുന്നതെന്നറിയുമ്പോൾ ജോസഫിന് ഭയമായി. ജോസഫിന് ഭയമായ ഉടനെ 3-ാമത്തെ പ്രാവശ്യം ദൂതൻ പറയുന്നു, എങ്കിൽ നസ്രത്തിലേക്ക് പോവുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ പരിശുദ്ധാത്മാവ് എഴുതി വയ്ക്കുകയാണ്, ഇത് പ്രവാചകന്മാർ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടണം എന്ന വചനം പൂർത്തിയാകാനാണ് ഇങ്ങനെ സംഭവിച്ചത്. ശ്രദ്ധിക്കുക, ദൈവിക പദ്ധതി പ്രവാചകന്മാർ പ്രവചിച്ചു വച്ചു, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ യേശുവിൻ്റെ ജീവിതത്തിൽ ഈ ദൈവിക പദ്ധതി, നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്ന ദൈവിക പദ്ധതി എപ്പോഴാണ് വന്നറിയാവോ? ജോസഫിന് ഭയം തോന്നുന്നു എങ്ങോട്ട് പോകാൻ. ജോസഫിന് ഭയം തോന്നുന്നു ഇസ്രായേലിലേക്ക് പോകാൻ. കാരണം അർക്കലാവുസാണ് ഭരിക്കുന്നത്. ജോസഫ് ഭയപ്പെട്ട കാര്യം ആണ് പിന്നീട് പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ട് വരുന്നത്. ജോസഫ് ഭയപ്പെട്ടതാണ് പ്രവചനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കാൻ കാരണമാകുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് ഭയങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽപ്പുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതിൽ ദൈവിക പദ്ധതി, കറക്റ്റ് ഡിസിഷൻ എങ്ങനെ അറിയും? ഇന്ന് ഒരുപാട് പേര് ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നുണ്ട്. ഞാൻ ഏത് രാജ്യത്തേക്ക് പോകണം, ഞാൻ ഏത് കോഴ്സ് പഠിക്കണം, ഞാൻ എവിടെ വീട് വയ്ക്കണം, ഞാൻ ഏത് സ്ഥലം വാങ്ങണം, ഞാൻ ഏത് ബിസിനസ് തുടങ്ങണം, എൻ്റെ മക്കളെ ഏത് കോഴ്സിന് ചേർക്കണം, ഏത് സ്കൂളിൽ ചേർക്കണം. ഇങ്ങനെ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജോസഫ് ഭയപ്പെടുകയാണ്. ഇസ്രായേലിലേക്ക് പോകുവാൻ ദൈവിക ദൂതൻ പറഞ്ഞപ്പോൾ ജോസഫ് ഭയപ്പെടുന്നു. ജോസഫ് ഭയപ്പെട്ടപ്പോൾ ഇതാ ജോസഫിൻ്റെ ഭയം അടുത്ത സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദൂതൻ മാറ്റിക്കൊടുക്കുകയാണ്. ജോസഫിൻ്റെ ഭയം അടുത്ത സെക്കൻഡിൽ മാറുന്നു. ഇതാ പറയുന്നു, നസ്രത്തിലേക്ക് പോവുക, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടണമെന്ന പ്രവചനം അങ്ങനെ പൂർത്തിയാവുക. എന്തിനാണ് ഞാൻ ഈ വചനഭാഗം വായിച്ചത്? ഒരു ദൈവ പൈതൽ
ഒരു കുടുംബം ഒരു കാര്യത്തെയോർത്ത് ഭയപ്പെടുമ്പോൾ, നമ്മൾ ഏത് കാര്യത്തെയോർത്ത് അസ്വസ്ഥപ്പെടുന്നുവോ ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രവചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രവചനത്തിലുണ്ട്. അതിനെന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ജോസഫിനെ പോലെ ദൈവത്തെ ശ്രദ്ധിക്കുന്നവരാകണം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമുക്ക് ധ്യാനിക്കേണ്ട ഒരു വചനമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 23-ാമത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വചനം പറയുകയാണ്, എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇതാണ് വചനം പറയുക. എന്നിട്ട് വചനം പറയുകയാണ്, 33-ാമത്തെ വചനം, സുഭാഷിതം 1:33. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവർ സുരക്ഷിതരായിരിക്കും, അവർ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥരായിരിക്കും. എൻ്റെ വാക്ക് ശ്രവിക്കുന്നവർ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നവർ സുരക്ഷിതരായിരിക്കും, അവർ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥരായിരിക്കും. കണ്ടോ, നസ്രത്ത് എന്ന് പറയുന്ന ഒരു ഭയമുണ്ടാകുമ്പോൾ ജോസഫിനോട് കൃത്യം ദൈവത്തിൻ്റെ ദൂതൻ സംസാരിക്കുന്നു. ജോസഫ് നസ്രത്തിലെത്തുന്നു, സുരക്ഷിതമാകുന്നു. ആ ഭയം മാറി തിരുക്കുടുംബം സ്വസ്ഥമാകുന്നു. തിരുക്കുടുംബം ഭയം മാറി സ്വസ്ഥമാകുന്നു, തിരുക്കുടുംബം സുരക്ഷിതമാകുന്നു. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സുഭാഷിതം 1:23 ഒന്നുകൂടി ശ്രദ്ധിക്കുക. 1:23. എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇനി അതിൻ്റെ അവസാനത്തെ വചനം ഇതാണ്: എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവന് സുരക്ഷിതനായിരിക്കും, ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥമായി ജീവിക്കും. ഇത് നമ്മുടെ കുടുംബം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തിരുക്കുടുംബം സ്വസ്ഥമാകാൻ എന്താണ് ജോസഫ് ചെയ്തത്? ജോസഫ് ദൈവസ്വരം കേട്ടു. അപ്പോൾ ഒരുപാട് പേരിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: അച്ഛാ, എങ്ങനെയാണ് ഞങ്ങൾക്ക് ദൈവസ്വരം കേൾക്കാൻ പറ്റുന്നത്? അതിലൊന്നാമത്തെ കാര്യം, എങ്ങനെ ദൈവസ്വരം കേൾക്കാം? ഒന്നാമത്തെ കാര്യം ഇതാണ്. സങ്കീർത്തനത്തിൻ്റെ 46:10. സങ്കീർത്തനം 46:10 വചനം പറയുന്നു. 46-ാം അധ്യായം 10-ാമത്തെ വചനം: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനുമാണ്. ഒന്നാമത്തെ കാര്യം, ശാന്തമാവുക. ഒരു പ്രതിസന്ധി മുമ്പിൽ വരുമ്പോൾ നമുക്ക് ആ പ്രതിസന്ധിയുടെ കീഴിലല്ല, നമ്മൾ ശാന്തമാകണം. നമ്മൾ ശാന്തമാവുക എന്ന് പറഞ്ഞാൽ, ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്നറിയുക. ഇതാണ് വചനം പറയുന്നത്. നമ്മൾ കാണും, ദൈവം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാരിൽ 19 നമ്മൾ കാണും ദൈവം പ്രവാചകനോട് സംസാരിക്കുന്നത്. കൊടുങ്കാറ്റുണ്ടായി, കൊടുങ്കാറ്റിൽ ദൈവം ഉണ്ടായിരുന്നില്ല, എന്നാൽ ഒരു ചെറിയ മന്ദമാരുതൻ വന്നു, അവിടെ ദൈവമുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ശാന്തത. ജോസഫ് ശാന്തമായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ജോസഫിൻ്റെ ഒരു വാക്ക്? ജോസഫ് നിശബ്ദനാണ്. ജോസഫ് നിശബ്ദനാണ്. അതിനർത്ഥം എന്താണെന്നറിയാവോ? ജീവിതത്തിൻ്റെ അത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്, അത്രയും പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ജോസഫ് നിശബ്ദനാണ്. നിശബ്ദത എന്ന് പറഞ്ഞാൽ അത് ഒരു എക്സ്റ്റേണലായ കാര്യമല്ല. ഞാൻ ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കുന്നു, അതല്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ശാന്തനാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന് വെച്ചാൽ ആ ശാന്തത എന്താണ്? ജോസഫ് ഉറങ്ങിക്കിടക്കുന്നു. ഉറക്കത്തിൽ ആ ശാന്തത, അവിടെ ആര് വരുന്നു? ദൂതൻ വരുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന് വെച്ചാൽ ഞാൻ ഭയപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ ദൈവം വരുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു വചനമുണ്ട്. ഏറ്റവും നല്ല വചനം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 10:3. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. 10:3: കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ 10:27 പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും.
എന്താ വചനം പറയുന്നത്? വചനം പറയുന്ന ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആ വചനം ഇതാണ്: അവൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതിന് മുമ്പത്തെ വചനം, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് കേൾക്കുന്നു, പ്രസൻ്റ് ആണ്. ആടുകൾക്ക് അവൻ്റെ സ്വരം കേൾക്കാൻ കഴിയുമെന്നല്ല, കേൾക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എപ്പോഴും സ്വരമുണ്ട്, എപ്പോഴും സ്വരം അവിടെയുണ്ട്. ആടുകൾ സ്വരം കേൾക്കുന്നു എന്ന് വെച്ചാൽ ആടുകൾക്ക് സ്വരം കേൾക്കാൻ കഴിയുമെന്നോ ആടുകൾ സ്വരം കേൾക്കുമെന്നോ അല്ല, ആടുകൾ സ്വരം കേൾക്കുന്നു. പ്രസൻറ്റ് ടെൻസിൽ അത് ഉപയോഗിച്ചിരിക്കുന്നു, ഇപ്പോൾ സംഭവിക്കുന്നു. എന്ന് വെച്ചാൽ ഈ സംസാരം, ദൈവം എപ്പോഴും നമ്മുടെ കുടുംബത്തോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ, ഒരു റേഡിയോ വാങ്ങിച്ചിട്ട് നമ്മൾ ഒന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യണം. ഇപ്പം നമുക്കറിയാം മൊബൈലിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ നോക്കുന്നത് റേഞ്ചാണ്. ഇപ്പോൾ എന്തിനാണ് ശ്രമിക്കുന്നത്? 4G 5G ആകുന്നു. എന്താണ്? ഏറ്റവും കൃത്യമായിട്ട്, ഏറ്റവും പവർഫുള്ളായിട്ട് സിഗ്നൽ കിട്ടുവാൻ. അപ്പോൾ നമ്മൾ റേഡിയോ വാങ്ങിച്ചു, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വാങ്ങിച്ചു, നമ്മളതുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ കൃത്യമായിട്ട്, കാരണം ഉറപ്പാണ് ആ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഈ റേഡിയോ കിരണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള റേഡിയോ, ആ റേഡിയോ കിരണങ്ങൾ പിടിക്കാൻ പാകത്തിന് നമ്മൾ ആ റേഡിയോയെ ട്യൂൺ ചെയ്യുമ്പോഴാണ് ആ റേഡിയോ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ട്യൂൺ ചെയ്യണം. നമ്മളുടെ ജീവിതത്തെ ദൈവം എപ്പോഴും സംസാരിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നത്തിലും ദൈവം സംസാരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് അനുകൂലമായിട്ട് ട്യൂൺ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അനുകൂലമായിട്ട് ട്യൂൺ ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അപ്പോൾ ഒരു കുടുംബം ആദ്യം ചെയ്യേണ്ടത്, ഒരു പ്രതിസന്ധിയിൽ ആ കുടുംബം ശാന്തമാവുക, ആ കുടുംബം ദൈവസ്വരം കേൾക്കുവാൻ തയ്യാറാവുക എന്നതാണ്. അപ്പോൾ അതിന് ശാന്തത വേണം. നമുക്കറിയാം, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. യേശു പ്രിയപ്പെട്ടവരെ കുരിശുമരണത്തിലേക്ക് വരുന്നു. അവിടെയെല്ലാം യേശു എന്ത് ചെയ്യുന്നു? വിജനതയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. യേശു സൈലൻസിലേക്ക് പോകുന്നു. യേശു നിശബ്ദതയിലേക്ക് പോകുന്നു എന്നതാണ്. വിജനതയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ആരുമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വചനം. യേശു അത് കേട്ട് വിജനതയിലേക്ക് പോയി. എന്ന് വെച്ചാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ യേശു ഉടനെ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് യേശു ഉടനെ വിജനതയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ദൈവസ്വരം കേൾക്കാൻ വേണ്ടത്, നമുക്ക് ശാന്തതയാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്ന് അറിയുക എന്ന് വചനം പറയുന്നു. അപ്പോൾ ഞാൻ ശാന്തമാകണം. എൻ്റെ കുടുംബത്തിന് അസ്വസ്ഥപ്പെടുകയില്ല, ശാന്തമാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവിടെ സ്വസ്ഥമായിട്ട്, കാരണം ജോസഫ് നിശബ്ദനാണ്. ജോസഫിൻ്റെ നിശബ്ദത അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്. ജോസഫിൻ്റെ സൈലൻസ് അത് ദൈവവുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഏറ്റവും നല്ല ഭാവമാണ്. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ദൈവസ്വരം ശ്രവിക്കാം. നമ്മൾ സാധാരണ ഒരു കാര്യം കാണുന്നു, അതിൽ ദൈവിക അസ്വാഭാവികത കാണുക എന്ന് പറഞ്ഞാൽ, വിവാഹത്തിന് മുമ്പ് മറിയം ഗർഭിണിയാകുന്നു. ഇത് സാധാരണ, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല ഗർഭിണിയാകാൻ. പക്ഷേ ജോസഫ് ഇതിലൊരു അതിസ്വാഭാവികത കാണുന്നുണ്ട്, ഇതിലൊരു ദൈവിക പദ്ധതി കാണുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം, ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1 മുതൽ വചനങ്ങൾ. മോശ എങ്ങനെ ദൈവത്തെ കാണുന്നു? മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞു ചാമ്പലാകുന്നില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുവാൻ അടുത്തേക്ക് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ വെച്ച് ദൈവം അവനെ വിളിച്ചു, മോശ മോശ. അവൻ വിളി കേട്ടു. എന്താ സംഭവം? നമുക്കറിയാം, ഈ കൊടിയ വേനലിൽ ഈ കാട്ടുതീ ഉണ്ടാകും. അപ്പം മോശയ്ക്ക് ഇത് എക്സ്പീരിയൻസ്ഡ് ആണ്. മോശ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുൾപ്പടർപ്പ് എരിയുന്നത്, അല്ലെങ്കിൽ ചില അന്തരീക്ഷത്തിൽ ചില വ്യതിയാനങ്ങൾ കൊണ്ട് മുൾപ്പടർപ്പ് എറിയുന്നത് മോശ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് മോശ മുമ്പ് കണ്ടേക്കുന്നൊരു കാഴ്ചയാണ്. പക്ഷെ മോശ എന്ത് ചെയ്തു? സൂക്ഷിച്ചു നോക്കി. അത് ഇന്നലെ വരെ ഒരു പതിവുള്ള കാഴ്ചയാണ്. ഇന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പം എന്താ കാണുന്നത്?
അത് എരിയുന്നുണ്ട്, എന്നാൽ ചാമ്പലാകുന്നില്ല. കണ്ടോ? ഒരു സാധാരണ ഇന്നലെ വരെ കണ്ടൊരു കാഴ്ച, ഇന്ന് ആ കാഴ്ച സൂക്ഷിച്ചു നോക്കുന്നു. അപ്പോൾ നമ്മളൊരു സ്വാഭാവിക കുടുംബത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ആ പ്രശ്നത്തെ സൂക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവിക, അത് ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് അതിനെ നോക്കുക. ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് അതിലൊരു അതിസ്വാഭാവികത കാണുക. മറിയം ഗർഭിണിയായി, അതിനെ ദൈവിക പദ്ധതിയോട് അതിലൊരു അതിസ്വാഭാവികത മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഒരു മാനുഷിക ബുദ്ധിയല്ല. അങ്ങേറ്റം ജോസഫിനറിയാം മറിയം പരിശുദ്ധയാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് അവളെ ആരും കലറിയാതെ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നത്. പക്ഷെ ജോസഫ് എന്ത് ചെയ്തു? ആ കാര്യത്തെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ആ കാര്യത്തെ സൂക്ഷിച്ചു നോക്കി. എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ, ലോകം കുറവെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, ലോകം പ്രശ്നമെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, ലോകം പ്രതിസന്ധി എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ ദൈവത്തിൻ്റെ കണ്ണുകളോടെ നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ മനസ്സോടെ നോക്കുമ്പോൾ അതിലൊരു അതിസ്വാഭാവികതയുണ്ട്. ഇതാണ് ജോസഫ് കണ്ടത്. അപ്പം നമ്മൾ ഒരു പ്രശ്നത്തെ മാനുഷിക ദൃഷ്ടിയിൽ അത് സ്വാഭാവികമായിട്ട് കാണരുത്, അതിനെ ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് കാണുക. അപ്പോൾ ദൈവം സംസാരിക്കും. ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് ഒരു പ്രശ്നത്തെ കാണുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന്, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ നിശബ്ദത കാണിക്കുക. ഞാൻ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുക. നിശബ്ദത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നതല്ല, അത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. രണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഏത് കാര്യം നടക്കുമ്പോഴും അതിന് ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് കാണാൻ തുടങ്ങുക. മോശ ഇന്നലെ വരെ കണ്ട കാഴ്ചയല്ല, മോശ അതിനെ ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് കണ്ടു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ മുൾപ്പടർപ്പാണ് മോശയുടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിന് കാരണമായത്. അപ്പോൾ നമ്മൾ കാണുന്ന ചില തീയുള്ള അനുഭവങ്ങൾ ദൈവാനുഭവത്തിന് കാരണമാകും. കാരണം നമ്മളത് ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളെയും കാണുമ്പോൾ ദൈവം അവിടെ സംസാരിക്കും. മോശയോട് ദൈവം സംസാരിച്ചത് മുൾപ്പടർപ്പിൽ നിന്നാണ്. കാരണം അത് സ്വാഭാവികമായിട്ട് മോശ കണ്ടില്ല, അത് ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് അത് മോശ കണ്ടപ്പോൾ മോശയോട് ആ മുൾപ്പടർപ്പ് സംസാരിച്ചു. അപ്പോൾ ഒരു പ്രതിസന്ധിയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ആ പ്രശ്നത്തെ ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് ഞാൻ കാണുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും. മൂന്നാമത്തെ കാര്യം എപ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? ജോസഫ്, പ്രിയപ്പെട്ടവരെ, മറിയം ഗർഭിണിയാണെന്നറിയുന്നു. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് ജോസഫ് ആരെയും കുറ്റപ്പെടുത്താതെ അത് ദൈവത്തിലേക്ക് നോക്കുന്നു. ഏറ്റവും നല്ല ഒരു തിരുവചന ഭാഗം, പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവിടെ ഇസ്രായേൽ ജനം മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നുണ്ട്. ജനം അവിടെ മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്. 23 മുതൽ അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടെ വെള്ളം അവർക്ക് കുടിക്കുവാൻ കഴിയാത്ത വിധം അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന പേരുണ്ടായി. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്ത് കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. 2 സമീപനങ്ങളാണ്. കൈപ്പേറിയ ഒരു ജീവിതാനുഭവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടെ ജനം എന്താ ചെയ്തത്? ജനം മോശയെ നോക്കി പിറുപിറുത്തു. കാരണം ഈ കൈപ്പേറിയ വെള്ളമാണ് കാരണം. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എന്തിനാണ് ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തത്? മോശയാണോ ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് കയ്പ് കലർത്തിയത്? അല്ല. ഇറ്റ് വാസ് ദ പ്ലാൻ ഓഫ് ഗോഡ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പക്ഷെ അവർ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നോക്കാതെ അവർ അടുത്ത് നയിക്കുന്ന മോശയെ നോക്കി പിറുപിറുത്തു. പ്രിയപ്പെട്ടവർ, ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. ഒരു പ്രശ്നത്തിൽ നമ്മൾ ആ പ്രശ്നം അനുവദിച്ച ദൈവത്തിലേക്ക് നോക്കാതെ നമ്മൾ ആ പ്രശ്നത്തിന് കാരണക്കാരായവരിലേക്ക് നോക്കും. നമ്മൾ ആ പ്രശ്നം പലരുടെയും മേൽ ആരോപിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, നിങ്ങളെ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണ്, പറഞ്ഞതനുസരിക്കാഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ആ കാര്യത്തിന് അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പലരിലേക്കും നമ്മൾ ബ്ലെയിം ചെയ്യും, നമ്മളത് കുറ്റപ്പെടുത്തും. ഇതാണ് ജോസഫ് ചെയ്യാതിരുന്നൊരു കാര്യം. ജോസഫ് എന്താ ചെയ്തത്? ജോസഫ് മറിയം ഗർഭിണിയാണെന്നറിയുന്നു. ജോസഫ്
ആരോടെങ്കിലും പറഞ്ഞില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ജോസഫ് ചെന്ന് കൂട്ടുകാരോട്, മരപ്പണി ചെയ്യുന്ന ജോസഫ് തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ, ഞാൻ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചിരിക്കുന്ന ആ മറിയം ഗർഭിണിയാണ്. ഇങ്ങനെ ജോസഫ് കൂട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ കൂട്ടുകാർ ഉറപ്പായിട്ടും ജോസഫിനൊരു അഡ്വൈസ് കൊടുത്താനെ, നിനക്കിത് എന്തിൻ്റെ കേടാണ്, അത് മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ്, അവളെ അവളുടെ വഴിക്ക് വിട്, നീ സേഫാകുക, നീ എന്തിനാണ് ഈ ഭാരം എടുത്ത് വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജോസഫ് മറിയത്തിന് സംഭവിച്ച കാര്യം ആരോടും പറഞ്ഞില്ല. അത് ജോസഫ് ദൈവത്തിലേക്ക് നോക്കി. ഇതാണ് നമ്മളുടെ കുടുംബത്തിൽ ദൈവം സംസാരിക്കാൻ മൂന്നാമത്തെ വഴി. ദൈവം നമ്മുടെ കുടുംബത്തോട് സംസാരിക്കാൻ മൂന്നാമത്തെ വഴി, നമ്മൾ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മളോട് ദൈവം സംസാരിക്കാത്തതിന് കാരണം നമ്മൾ ആ പ്രശ്നത്തിൽ മറ്റു പലരെയും, ഭർത്താവിനെ, ഭാര്യയെ, കൂടെയുള്ളവരെ, മാതാപിതാക്കളെ, മക്കളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ അധികാരികളെ, നമ്മുടെ സ്ഥാപനത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ സാഹചര്യത്തെ, അല്ലെങ്കിൽ നിയമത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നതുകൊണ്ട് അത് വന്നു, ഇന്നതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ അതിനൊരു കാരണം കണ്ടെത്തുകയാണ്. ഒരു മനുഷ്യൻ വലിയ ബിസിനസ് തകർച്ചയായിട്ട് എൻ്റെ അടുത്ത് വന്നു. ആ മനുഷ്യൻ ഒറ്റക്കാരനെ പറയുന്നുള്ളൂ, അന്ന് ആ പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചതും ആ പ്രധാനമന്ത്രി GST കൊണ്ടുവന്നതും അതൊറ്റ കാരണമാണ്. ആ കാരണത്തിൻ്റെ കീഴിലാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർച്ചയെ കൊണ്ടുപോയി വച്ചിരിക്കുന്നത്. മേ ബി അതൊരു കാരണമായിരിക്കാം, പക്ഷെ അതൊരു ദൈവം അനുവദിച്ചൊരു കാര്യമാണ്. ദൈവം അനുവദിച്ചൊരു കാര്യത്തിൽ അതങ്ങനെ വരില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ആ പ്രശ്നം മാനുഷികമാണ്, ലോകത്തിൻ്റേതാണ്, രാജ്യത്തിൻ്റേതാണെങ്കിലും ഞാൻ അതിൻ്റെ പിന്നിലും ഒരു ദൈവിക പദ്ധതിയെ കാണാൻ പഠിക്കുന്ന വ്യക്തിയാവുക, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജോസഫ് ആരെയും അവിടെ കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും പഴി പറയുന്നില്ല, ആരോടും പഴി പറയാതെ ആ സംഭവത്തെ, ആ ഇഷ്യൂവിനെ ദൈവകരങ്ങളിലേക്ക് ജോസഫ് കൊടുക്കുന്നു. ജോസഫ് ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു? ദൈവം ജോസഫിനോട് കൃത്യമായിട്ട് സംസാരിക്കുന്നു. ദൈവം ജോസഫിൻ്റെ ആ ഇഷ്യൂവിൽ സംസാരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ മൂന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ ആ പ്രതിസന്ധിയിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രതിസന്ധി മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ, പഴിക്കാതെ, മറ്റൊരാളിലേക്ക് നോക്കാതെ നമ്മൾ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. കാരണം ഇന്ന് ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഒരുപാട് പേര് തെറ്റായ ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആ പ്രതിസന്ധിയിൽ ദൈവത്തിലേക്ക് നോക്കണം എന്നതാണ്. എനിക്ക് വലിയൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനായി, ഞാൻ ഡീക്കൻ മിനിസ്ട്രി പോട്ടയിലാണ്. അപ്പോൾ സെമിനാരിയിൽ പഠിക്കുന്നു, ഫിലോസഫി, തിയോളജി പഠിക്കുന്നു, ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം ഒക്കെ കളിച്ച് നടക്കുന്നു. പെട്ടെന്ന് അച്ഛനായി ഉടനെ ഡീക്കൻ മിനിസ്ട്രി പോട്ടയിൽ തുടർന്ന് കഴിഞ്ഞ അപ്പോയിൻമെൻറ്റ് പോട്ടയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായി. കാരണം എൻ്റെ കൂടെയുള്ള അച്ഛന്മാരെല്ലാം ഭയങ്കര വചനപ്രഘോഷകർ, ഭയങ്കര ശുശ്രൂഷകർ, അവരിങ്ങനെ മെസ്സേജ് പറയുന്നു. അപ്പോൾ എനിക്കൊട്ടും ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ മെസ്സേജ് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടുപ്പായി. എനിക്ക് ആരാധന ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റും, പക്ഷേ എനിക്ക് ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ തിയോളജിയും ഫിലോസഫിയും എൻ്റെ ബോധ്യവും ഒക്കെ വെച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ ആൾക്കാർക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. എനിക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ശുശ്രൂഷയിൽ ഒരു ബ്ലോക്ക് വരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വരം ഞാൻ കേട്ടു. ഇങ്ങനെ ഒരു സ്വരം, ഈ വചനം എൻ്റെ മനസ്സിൽ ആവർത്തിച്ച് കേൾക്കുന്നത് എൻ്റെ മനസ്സിൽ വന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അപ്പോഴാണ് എന്നോട് എൻ്റെ ഒരു ആത്മീയ പിതാവ് പറഞ്ഞത്, നമ്മൾ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ വ്യക്തിയോട് അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ചിന്തിക്കുന്നത് ആരാധനയുടെ സമയത്ത്? ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നലൊക്കെ വരുന്നുണ്ട്, പക്ഷെ നടക്കുമോ? അച്ഛൻ പറഞ്ഞു, നമ്മൾ യേശുവിലേക്ക് നോക്കുക, നമ്മൾ ആ ജനത്തിൻ്റെ പ്രശ്നത്തിലേക്കോ അല്ല, ആ ജനത്തെ യേശുവിനോട് ചേർത്ത് വയ്ക്കുക, യേശുവിന് എന്ത് പറയാനുണ്ട് എന്ന് നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രശ്നമാണ്, കാരണം ഞാൻ ഡിസ്റ്റർബ്ഡാണ്, ഞാൻ സ്വസ്ഥമല്ല. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് ആരാധനയിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു
ചിന്ത വരികയാണ്. സാധാരണ ഈ മെസ്സേജ് ഗ്രൂപ്പ് എനിക്ക് മെസ്സേജൊക്കെ എഴുതി തരും, ഞാൻ അതൊക്കെ മടക്കി കൂട്ടി വേസ്റ്റ് ബോക്സിലിടും. അന്ന് ആദ്യമായിട്ട് ഒരു മെസ്സേജ് ഞാൻ ആൾക്കാരെ മെസ്സേജ് മേടിച്ചില്ല. ഞാനിങ്ങനെ ആരാധനയ്ക്ക് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു, ഒരു കിഡ്നി സ്റ്റോണുള്ള ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ വരുന്നു. ഞാൻ ആരെയും ഫോക്കസ് ചെയ്യുന്നില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് ഒരൊറ്റ മെസ്സേജ്, ഈ മെസ്സേജ് മാത്രം ഞാൻ പറഞ്ഞു, വേറൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ആരാധനയെ കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ വൈകുന്നേരം ഞാൻ നടക്കുന്ന സമയത്ത് ഒരു ഫാമിലി അവിടെ വന്നു. ആ ഫാമിലി പറഞ്ഞു, ഫാദർ, ഇന്ന് ഇന്ന ഹോസ്പിറ്റലിൽ കിഡ്നി സ്റ്റോണിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞു വച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ആരാധനയ്ക്ക് കയറി. അപ്പോൾ ഫാദർ വിളിച്ചു പറയുന്നു, കിഡ്നി സ്റ്റോണുള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങനെ ഓപ്പറേഷന് ഡോക്ടേഴ്സിൻ്റെ ഡേറ്റ് എടുത്തതാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നുകൂടി പരിശോധിക്കാം. ഒന്നുകൂടി പരിശോധിക്കുന്നു. ഇത്ര സെൻറ്റിമീറ്ററിലുണ്ടായിരുന്ന സ്റ്റോൺ അവിടെ ഇല്ല എന്ന് ഡോക്ടർ പറയുന്നു. ഞങ്ങൾ ഓപ്പറേഷൻ വേണ്ട എന്ന് വെച്ച് ഇപ്പോൾ തിരിച്ചു വരികയാണ്. അവർക്കല്ല അത്ഭുതം, അതെനിക്കാണ്. കാരണം ഞാൻ അത്രയും നാൾ ചിന്തിച്ചത് എൻ്റെ ബുദ്ധിയിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക് നോക്കി. ഞാൻ ഒരു ദൈവ പൈതലിൻ്റെ പ്രശ്നത്തെ, ഒരു ദൈവ പൈതലിൻ്റെ രോഗത്തെ ഞാൻ ഒരിക്കൽ പോലും അത് ദൈവീയ പദ്ധതിയോട് ചേർത്ത് വെച്ച് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനത് അങ്ങനെ കാണാൻ പറ്റാതിരുന്നത് കൊണ്ട് അവിടെ പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഞാൻ അത് ദൈവിക പദ്ധതിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവം സംസാരിക്കും, ദൈവം ഉറപ്പായിട്ട് സംസാരിക്കും. അപ്പോൾ അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാനെന്നൊരു വൈദികനാണെങ്കിൽ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ട്യൂൺ ചെയ്യണം, ഞാൻ ട്യൂൺ ചെയ്ത് നിർത്തണം ദൈവവുമായിട്ട്. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? എനിക്ക് ഈ ഇഷ്യൂവിൽ ദൈവസ്വരം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ദൈവത്തോട് അങ്ങേയറ്റം ബന്ധം കാണിക്കുക. ഒന്ന്, ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ശാന്തമാവുക. രണ്ട്, ആ പ്രതിസന്ധിയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ പ്രതിസന്ധിയെ ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച്, അതിസ്വാഭാവിക ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ച് ആ പ്രശ്നത്തെ കാണുക. മൂന്നാമത്തെ കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പ്രതിസന്ധിയിൽ, ആ പ്രശ്നത്തിൽ നമ്മൾ ഏറ്റവും മറ്റുള്ളവരിലേക്ക് നോക്കാതെ, കുറ്റപ്പെടുത്താതെ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി തുടർന്നു വരുന്ന ആരാധനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീ മാത്രമെൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങെപ്പോലൊരു ദൈവമില്ല
അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി ഈശോയുടെ മുൻപിലായിരിക്കാം. ഈശോ പറഞ്ഞു, ഞാൻ അയക്കുന്ന സഹായകൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിൽ പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ജീവിതത്തെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ജീവിതത്തെ. ഒരു വചനം നമുക്ക് ധ്യാനിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം, ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 3, നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 1-ാമത്തെ വചനം: മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായ ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ആ വചനം ശ്രദ്ധിക്കുക. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. എല്ലാ നിമിഷവും ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ദൈവ പൈതൽ ഓർക്കേണ്ട വചനമാണത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി കാട്ടിത്തരും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മൾ നോക്കുമ്പോൾ ദൈവം കൈക്ക് പിടിച്ചുന്നത് പോലെ വഴി നടത്തുന്നു. ദൈവം കൈക്ക് പിടിച്ചുന്നത് പോലെ വഴി നടത്താൻ കാരണം എന്താ? ഉറക്കത്തിൽ പോലും ദൂതൻ ഈ മനുഷ്യൻ്റെ സ്വപ്നത്തിലെത്തുന്നു എന്ന് വെച്ചാൽ ഉറക്കത്തിൽ പോലും ദൈവവിചാരം കളയാത്തൊരു വ്യക്തി ജോസഫ്. എല്ലാ കാര്യങ്ങളിലും ദൈവവിചാരം. വചനം പറയുകയാണ്, അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വചനം ഇതാണ്:
ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഒരാളുടെ ആലോചനയിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അവൻ ആലോചിച്ചത്, അവൻ്റെ വിചാരം ദൈവവിചാരമായിരുന്നു, അവൻ്റെ ആലോചന ദൈവത്തോടൊപ്പമായിരുന്നു. കണ്ടോ, ജോസഫ് ഇതിനെക്കുറിച്ച് വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ജോസഫ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവവിചാരത്തോടെ നടക്കുന്ന കാര്യത്തിലാണ് ദൂതൻ്റെ സഹായം ദൈവം തരുന്നത്. ദൈവവിചാരത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ദൂതൻ്റെ സഹായം സ്വർഗം ദൈവം നമുക്ക് തരും. അതാണ് വിശുദ്ധ ഔസേപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ആലോചിച്ചു, ഒരാളുടെ ആലോചനയിൽ സ്വർഗം തുറന്ന് ദൈവദൂതൻ ഇറങ്ങി വരണമെങ്കിൽ അയാളുടെ ആലോചന, അയാളുടെ കൺസൾട്ടേഷൻ, ഇറ്റ് ഈസ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു, ദൈവവുമായിട്ട് അഭിപ്രായം ചോദിക്കുന്നു. ദൈവത്തോട് പ്രിയപ്പെട്ടവർ അഭിപ്രായം ആരായുന്നു. അവിടെയാണ് ദൈവം ദൂതനെ അയക്കുന്നത്, അവിടെയാണ് ദൈവം സംസാരിക്കുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ കടന്നു വരുന്നത്. അതിനാൽ നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, ഇപ്പോൾ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ വഴി നടത്തട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ വഴി നടത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, യേശുവേ ആരാധന, ആരാധന യേശുവേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ, തുറന്നിടുക നൽ നീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ.
ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. പ്രിയപ്പെട്ടവരെ, ഒരു വചനം നമുക്ക് ധ്യാനിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വചനം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. അടുത്ത വചനം, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ആ വചനം. കർത്താവ് നിനക്ക് കഷ്ടതകൾ അനുവദിക്കുമ്പോൾ നിന്റെ ഗുരു നിന്നെ അകന്നു നിൽക്കുന്നില്ല. തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ കഷ്ടതകളുടെ ഒരു ഘോഷയാത്ര നമ്മൾ കാണുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളുടെ ഒരു ഘോഷയാത്ര നമ്മൾ കാണുന്നു. ഇതാ, വിവാഹമുറപ്പിച്ചിരിക്കുന്ന പെണ്ണ് ഗർഭിണിയാണെന്നറിയുന്നു. തുടങ്ങുന്നു അവിടെ നിന്ന് കഷ്ടതകളുടെ ഘോഷയാത്ര. നാടിൻ്റെ മുമ്പിൽ താൻ അപമാനിതനാകും. ഒരു പുരുഷനെന്ന നിലയിൽ തന്നെ മറ്റുള്ളവർ കളിയാക്കും. ഇതാ, അപ്പോൾ സ്വരം ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അത് പറയുമ്പോഴും വീണ്ടും അരക്ഷിതാവസ്ഥയാണ്. ഇതാ, താനൊരു വീട് പണിതു തൻ്റെ ഭാര്യയ്ക്ക് താമസിക്കുവാൻ. എന്നാൽ ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. രാത്രി തന്നെ ഭാര്യയുമായിട്ട് പോകേണ്ടി വരുന്നു. സത്രത്തിൽ ഇടം കിട്ടുന്നില്ല. ദൈവത്തിൻ്റെ പുത്രനാണ് കൂടെയുള്ളത് എന്നറിഞ്ഞിട്ടും സത്രത്തിൽ ഇടം കിട്ടാത്ത അവസ്ഥ. ഒരു ചോദ്യവും ഒരു സംശയവും ഉണ്ടാക്കാം. അവിടെയും പതറുന്നില്ല. പിന്നീട് കേൾക്കുന്നു, ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതാ, എന്തോരം കഷ്ടപ്പാടുകളാണ് ആ കുടുംബത്തിൻ്റെ മേൽ അനുവദിക്കുന്നത് ദൈവം. ഒരു പക്ഷേ നമുക്കൊരു ചോദ്യം ചോദിക്കാം, ദൈവമല്ലേ കൂടെയുള്ളത്? പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കുന്ന കഷ്ടതകളിലാണ് രക്ഷാകര ചരിത്രം എന്നും പൂത്തുലയുന്നത്. യേശുവിന് കുരിശിലൂടെയാണ് രക്ഷ പൂർണ്ണമാകുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്തോരം കഷ്ടതകളാണ് ജോസഫിനെ തേടിയെത്തിയത്. എന്തോരം അരക്ഷിതാവസ്ഥയാണ് ജോസഫിൻ്റെ തലയ്ക്ക് മുകളിൽ ദൈവം അനുവദിച്ചത്. എന്നാൽ അടുത്ത വചനം, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി. എത്ര കൃത്യമായിട്ടാണ് ജോസഫിനെ ഇതുപോലൊരു സ്വരം നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം കുടുംബങ്ങൾ നിൽക്കുന്ന പ്രതിസന്ധി, എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും? ഇപ്പോഴത്തെ കഷ്ടപ്പാട്, ഇപ്പോഴത്തെ ദുരിതം മാറാൻ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും? ഇങ്ങനെ ഒരുപാട് പേര് ചില ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽപ്പുണ്ട്. തീരുമാനമെടുക്കാൻ പറ്റാതെ. ഏത് കോഴ്സ് പഠിക്കണം,
ഏത് രാജ്യത്തേക്കുള്ള വിസ അപ്ലൈ ചെയ്യണം, ഏത് പരീക്ഷ എഴുതണം, ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഈ സ്ഥലം വാങ്ങിയാൽ ശരിയാകുമോ, എവിടെ വീട് പണിയണം, ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ മുമ്പിൽ ഈ വിവാഹം ശരിയാകുമോ, ഈ ആലോചന ദൈവിക പദ്ധതിയാകുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽപ്പുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാട് മാറാൻ ഏത് വഴി ഞാൻ തിരഞ്ഞെടുക്കണം? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് വചനം നമ്മളോട് പറയുന്നത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അതാണ് പ്രഭാഷകരിൽ നമ്മൾ ധ്യാനിച്ചത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകണം. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകണം എന്ന് വെച്ചാൽ നീ ദൈവിക പദ്ധതി തിരിച്ചറിയുവാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാകണം. നീ ദൈവിക പദ്ധതി അറിയാൻ വേണ്ടി ഇരിക്കുന്ന വ്യക്തിയാകണം. പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കുടുംബം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് ഏത് ഡിസിഷൻ എടുക്കും, ഏത് ബിസിനസ് തുടങ്ങും, ഏത് ജോലി ചെയ്യും, ഏത് കോഴ്സ് പഠിക്കും, ഏത് രാജ്യത്തേക്ക് പോകണം, ഇങ്ങനെ ഒരുപാട് പേര് പല ഡിസിഷൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഇവിടെ നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കരങ്ങളിൽ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുക. കാരണം ഇത്ര കൃത്യമായിട്ട് ഒരു പക്ഷേ മറിയത്തിന് പോലും ഒരൊറ്റ പ്രാവശ്യമേ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ ആ മംഗളവാർത്ത പറയാൻ. പിന്നെ അങ്ങോട്ട് മുഴുവനും ദൂതൻ പുറകെ നടക്കുന്നത് ഈ ജോസഫിൻ്റെ ഒപ്പമാണ്. ഒരു പ്രാവശ്യമേ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ മംഗളവാർത്ത പറയാൻ. പിന്നെ ആ കുടുംബത്തോട് ദൈവം സംസാരിച്ചത് മുഴുവനും ഈ മനുഷ്യൻ്റെ കാതുകൾ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ മറിയമാണ് അവിടെ പൂർണ്ണ വിശുദ്ധ, മറിയമാണ് അമലോത്ഭവ, മറിയമാണ് ദൈവമാതാവ്. പക്ഷേ നമ്മൾ ചിന്തിക്കുക, ദൈവം സംസാരിച്ചത് മുഴുവനും ഈ ജോസഫിൻ്റെ ചെവികളിൽ, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് മുഴുവനും ഈ മനുഷ്യനോട്. അതിൻ്റെ കാര്യം എന്താണ്? ജോസഫിൻ്റെ എല്ലാ വിചാരവും ദൈവത്തോട് ചേർന്നായിരുന്നു. മറിയത്തിൻ്റേത് അങ്ങനെയല്ല എന്നല്ല, മറിച്ച് ദൈവത്തിനൊരു നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥനെ ഞാൻ തിരഞ്ഞെടുത്തു, ആ കുടുംബനാഥനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് ദൂതനെ അയച്ചത് മുഴുവനും ജോസഫിൻ്റെ അടുത്തേക്കാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തോട് ചിലപ്പോൾ ദൈവം സംസാരിക്കുന്നത് ദൈവ കുടുംബത്തെ ഏൽപ്പിച്ചിരിക്കുന്ന അപ്പനിലൂടെയാകാം, ദൈവം ആ കുടുംബത്തെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബനാഥനിലൂടെയാകാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, നമ്മൾ ജോലി അന്വേഷിക്കുമ്പോൾ, നമ്മൾ ഒരു സ്ഥലം വാങ്ങുമ്പോൾ, നമ്മളൊരു സ്ഥലം വിൽക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളൊരു മകൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണോ? എല്ലാം ദൈവവിചാരത്തോടെയാണോ? നമുക്ക് അതെല്ലാം സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും ഇപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് വഴി നമുക്ക് വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവിനെ, തിരുക്കുടുംബത്തെ നയിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്? ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. യേശയ്യ 30, 20, 21 വചനം വെച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ സുഭാഷിതങ്ങളുടെ പുസ്തകം 3 അധ്യായത്തിൻ്റെ 5, 6 വചനങ്ങൾ വച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ജീവിതത്തെ, കുടുംബത്തെ, ജീവിത സാഹചര്യങ്ങളെ നയിക്കുന്ന അനുഭവമുണ്ടാകും. ഡിസിഷൻ കറക്റ്റാകും. കാരണം വചനം പറയുന്നുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. മനുഷ്യൻ്റെ പദ്ധതികൾ പരാജയപ്പെടും. പ്രിയപ്പെട്ടവരെ, അതിനാൽ ദൈവിക തീരുമാനം മാത്രമേ രക്ഷാകരമാകൂ. അപ്പോൾ റൈറ്റ് ഡിസിഷൻ, ഇറ്റ് ഷുഡ് കം ഫ്രം ഗോഡ്. Then for that we have to listen. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കൃത്യമായ ഒരു തീരുമാനം ദൈവത്തിൽ നിന്ന് വരുവാൻ വേണ്ടി നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഔസേപ്പിതാവിനെ, പരിശുദ്ധ അമ്മയെ നയിച്ച ദൈവിക ശക്തി, നയിച്ച സ്വർഗത്തിൻ്റെ ദൂതൻ നമ്മളെ നയിക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
തിരുസ്വരമറിയാൻ തിരുഹിതമറിയാൻ യേശുവേ, ആത്മാവേ നിറയണമേ. യേശുവേ, തിരുസ്വരമറിയാൻ തിരുഹിതമറിയാൻ ആത്മാവേ നിറയണമേ. യേശുവേ, തിരുസ്വരമറിയാൻ തിരുഹിതമറിയാൻ ആത്മാവേ നിറയണമേ. തിരുസ്വരമറിയാൻ തിരുഹിതമറിയാൻ ആത്മാവേ നിറയണമേ. തിരുസ്വരമറിയാൻ തിരുഹിതമറിയാൻ ആത്മാവേ നിറയണമേ. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സാഹചര്യങ്ങളെയും ഈശോയെ സമർപ്പിക്കുന്നു. റൈറ്റ്, കൃത്യമായ ദൈവിക പദ്ധതി ഞങ്ങൾക്ക് വേണ്ട സമയത്ത് വെളിപ്പെടുത്തി തരണമേ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ഓർക്കുന്നു. പിതാവേ, നിന്റെ ഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ, ദൈവഹിതം വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ ദൈവഹിതം വെളിപ്പെടുത്തി തരണമേ. നമ്മുടെ കുടുംബങ്ങളെ ദിവ്യകാരണത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. തിരുഹിതമറിയാൻ തിരുസ്വരം കേൾക്കാൻ ആത്മാവേ നിറയണമേ. 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 നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ജീവിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞുനിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.